കേരള സർക്കസിൽ ഇനി ചാനൽ ചിരി. മാതൃഭൂമി ന്യൂസിൻ്റെ ന്യൂസ് റൂം ചിരിയുടെ അരങ്ങായി മാറുകയാണ്. ന്യൂസ് റൂമിൽ വാർത്താ അവതാരകർക്കും റിപ്പോർട്ടർമാർക്കും പറ്റിയ ചില പറ്റുകൾ. വാർത്താ അവതരണത്തിനിടെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചാലും വന്നു ചേരുന്ന ചില തടസ്സങ്ങൾ ആദ്യം നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ട് രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണ്. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയാകുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ മുഖ്യാതിഥിയാകുന്നതിനെതിരെ സംയുക്ത ഇടത് പാർട്ടികളുടെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഷോകൾ വിജയിപ്പിക്കുന്നതിന് പിന്നിൽ സാങ്കേതിക വിദഗ്ധരുടെ സേവനവുമുണ്ട് എന്നുവെച്ച് വാർത്താ അവതാരകരുടെ പിന്നിൽ അവതരിക്കണമെന്നില്ല. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് CBI അന്വേഷിക്കും. പ്രധാന വാർത്തകൾ. സാമൂതിരിനാടിന്റെ മനം കവർന്ന സ്കൂൾ കലോത്സവം. മലബാറിന്റെ ഇഷ്ടവിഭവമായി ഒപ്പനയും ദഫ്മുട്ടും വേദിയിൽ. പോയിന്റ് നിലയിൽ എറണാകുളം മുന്നിൽ. ലൈവ് റിപ്പോർട്ടിങ്ങിന് റിപ്പോർട്ടറെ പ്രതീക്ഷിച്ച് നിരാശനാവുന്ന ഒരു അവതാരകനെ കാണാം. വ്യാവസായിക നഗരമായ കൊച്ചിയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ഡെമു 21-ാം തീയതി മുതൽ സർവീസ് ആരംഭിക്കും. വിവരങ്ങളുമായി റിബിൻ രാജു ചേരുന്നു. റിബിനിലേക്ക് വരാം. അടുത്ത ബുള്ളറ്റിൽ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. റിപ്പോർട്ടർമാർക്ക് എന്തെല്ലാം പങ്കപ്പാടുകൾ. ജനങ്ങളുടെ വിഷയങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും വേണം. ഇതെന്താണ് പറയുള്ളത്? എത്ര ആൾക്കാർ? 25 ആൾക്കാർ ഇന്ന് 2.5 ഏക്കറോളം ഭൂമി പാലത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു. അതിൻ്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ്? 25 ഏക്കറോളം ഭൂമി 25 പേർക്ക് 25 പേര് എന്നായിട്ട് 2.5 ഏക്കറോളം ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. സെലിബ്രിറ്റികളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുമല്ലോ. സിനിമയൊക്കെ തിരക്കുകളൊക്കെ ഒഴിവാക്കിയൊരു വീട്ടിൽ ഒതുങ്ങാണോ? മനസ്സിലായില്ല. സിനിമാ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മദറായിട്ട് ആസ് എ ഫാമിലി I'm not married, as you know, so there's no question of motherhood. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ലൈവ് അല്ലാത്ത പ്രോഗ്രാമുകളുടെ അവതാരകർക്ക് ധാരാളം സമയമുണ്ട്. ഇതാ ഒരു റീടേക്ക്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഈറ്റിംഗ് ഔട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈറ്റിംഗ് ഔട്ടിൽ ഞാനുള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് MG കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഹൗസാണ്. ഞാൻ ഈറ്റിംഗ് യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. രാവിലെയും രാത്രിയുമുള്ള പ്രോഗ്രാമുകൾ സ്ഥിരമായി അവതരിപ്പിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്രോഗ്രാം ടൈറ്റിൽ മാറിപ്പോകരുത്. വണ്ടർഫുൾ ജേണിയുടെ വിശേഷങ്ങളുമായി ശ്രീ ബാബുരാജ് ആയിരുന്നു കൊച്ചിയിൽ നിന്നും. ശ്രീ ബാബുരാജ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ശ്രീ ബാബുരാജ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നീ ഒന്നും പണയണ്ട. പോലീസ് സ്റ്റേഷനുകളിലും പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കാം. പക്ഷേ ഇത് അതല്ല. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥികൾ ഗൃഹസന്ദർശനത്തിന്റെ തിരക്കിലാണ്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കനത്ത സുരക്ഷയിലായിരിക്കും വോട്ടെടുപ്പ്. ഹർത്താലിൽ ആരെ തടഞ്ഞു? കേൾക്കാം. ജോർജിന്റെ കത്ത് കണ്ട് മുഖ്യമന്ത്രി ഞെട്ടി. പ്രധാന വാർത്തകൾ. ഹർത്താലിലും മോട്ടോർ വാഹന പണിമുടക്കിലും കേരളം സ്തംഭിച്ചു. പലയിടത്തും KSRTC ബസ്സുകൾ സമരക്കാരെ തടഞ്ഞു. സമരക്കാർ തടഞ്ഞു. ചർച്ചയിൽ ഗസ്റ്റുകൾ എല്ലാവരും വന്നുവെന്ന് വാർത്താ അവതാരകൻ ഉറപ്പുവരുത്തിയപ്പോൾ ഗസ്റ്റുകളെല്ലാം എടുത്ത് ഐ ഗ്രൂപ്പ്. സുധീറിനെതിരെ സോണിയയ്ക്ക് പരാതി. പ്രധാന വാർത്തകൾ. അവതാരക പറയുന്നത് തന്നെ സ്ക്രീനിൽ സംഭവിക്കണമെന്നില്ലല്ലോ. KPCC അധ്യക്ഷൻ VM സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങൾ. ഇടവേള. കൃഷിഭൂമിയിലെ വാർത്ത മത്തങ്ങയെക്കുറിച്ച്. ദൃശ്യങ്ങളിൽ വിളഞ്ഞ കുമ്പളങ്ങ. ദൃശ്യം മാറിപ്പോയതിൽ ശിഷ്ടകാലം കൃഷി ഉപജീവന മാർഗമാക്കാൻ ആഗ്രഹിക്കുന്ന കൃഷി തൽപരനായ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് റിപ്പോർട്ടർ. കടമ്മനിട്ട കവിത ഓർമ്മ വരും തൃക്കുറ്റിശ്ശേരിയിലെ പാടങ്ങളിൽ. അതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം. മത്തങ്ങ ഭൂമിയെപ്പോലെ ഉരുണ്ടതാണ്. അല്ല, ഈ മത്തങ്ങകൾ
മത്തങ്ങയെ പോലെയാണ്. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? പല ഇനമുണ്ട് മത്തങ്ങകൾ. 4 പിളർന്ന് അകത്തെ കുരുമാറ്റി കഴുകി അരിഞ്ഞെടുത്ത് പയറുമിട്ട് തോരൻ വയ്ക്കാൻ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്.